ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൽ ഏറെ സ്നേഹമുള്ള ശാലോമിൻ്റെ പ്രേക്ഷകരായ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, യുവതിവാക്കന്മാരെ, ഏറെ സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, വീണ്ടും വരുമെന്ന് നമ്മോട് അരുളി ചെയ്തവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും ഉന്നമേ സ്നേഹവന്ദനം അറിയിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ്. മഴ ഒരു വശത്ത്, ഉരുൾപൊട്ടൽ, പ്രകൃതിക്ഷോഭങ്ങൾ, പകർച്ചവ്യാധികൾ വിട്ടുമാറാതെ ഈ ഭൂമിയെ കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യജീവിതത്തെ പ്രതിസന്ധിയിലേക്ക് നാൾതോറും, ഒരു ദിവസം കഴിയുമ്പോൾ മറ്റൊരു ദിവസം ഇങ്ങനെ നാൾതോറും എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ പ്രതിസന്ധികളുടെ ഒരു വർഷങ്ങളായി മാറിക്കൊണ്ടിരിക്കുക. ഇന്ന് മാറും നാളെ മാറും എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും വലിയ മാറ്റമൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എവിടേക്കും ഒരു വിഷമം, ഒരു നിരാശ മനുഷ്യ ജീവിതത്തിലേക്ക് ചെന്നെത്തുന്നുണ്ട്. ഈ നിരാശ ചെന്നെത്തുന്നത് പലപ്പോഴും ഒരു മനുഷ്യനെ ദൈവത്തിൽ നിന്നും അകറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ്. ദൈവത്തിൽ നിന്നും മാറി നിൽക്കുന്ന, എന്തിന് പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചിട്ട് എന്താണ് കാര്യം, ഇതുപോലത്തെ ഒരു സാഹചര്യമാണെങ്കിൽ ഞാൻ എന്തിന് പ്രാർത്ഥിക്കണം, അതിൻ്റെ ആവശ്യം എനിക്ക് ഇല്ല, ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. എൻ്റെ പേര് വെട്ടിക്കൊള്ളാൻ പോലും ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുണ്ട്. എൻ്റെ ഇടവക പള്ളിയിൽ നിന്ന് എൻ്റെ പേര് വെട്ടിത്തരാൻ ആവശ്യപ്പെടുന്ന ആളുകൾ വരെ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടെന്ന തിരിച്ചറിവ് സഭയ്ക്ക് ഒരു വലിയ ഒരു ചിന്തയിലേക്ക് ചെന്നെത്തിക്കുക. ഓരോ വ്യക്തിയും ചിന്തിക്കേണ്ട സമയമാണ്. എന്നാൽ ചില ആളുകളുടെ ജീവിതത്തിൽ അങ്ങനെയല്ല. അവർ കൂടുതൽ ശക്തി ആർജിക്കുകയാണ്, കൂടുതൽ അവർ ദൈവത്തോട് അടുക്കുകയാണ്. എന്തു വന്നാലും അതാണ് പ്രിയമുള്ളൊരു വിശ്വാസം എന്ന് പറയുന്നത്. എന്താണ്? എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ എന്ത് ചെയ്യില്ല, ദൈവത്തിൽ നിന്നും അതുപോലെ എനിക്ക് ചിലപ്പോൾ വീഴ്ചകളുണ്ടാകാം, താഴ്ചകളുണ്ടാകാം, ഞാൻ വീണുപോയവനായിരിക്കാം, എന്നെ ഒരു പക്ഷേ സമൂഹം മുഴുവൻ പരിഹസിച്ചേക്കാം. എൻ്റെ കൂട്ടുകാർ, ഇയ്യോബിൻ്റെ ജീവിതം നമുക്കറിയാം. കൂട്ടുകാർ മുഴുവൻ അവനെ ഉപേക്ഷിച്ചു, പരിഹസിച്ചു, ഭാര്യ ഉപേക്ഷിച്ചു. പക്ഷേ അവനുള്ള വിശ്വാസം അങ്ങനെ നിലനിർത്തി. ദൈവവുമായിട്ടുള്ള ബന്ധം, അവനെക്കുറിച്ച് പലരും പലതും പറഞ്ഞപ്പോൾ ദൈവം നിനക്ക് ഇങ്ങനെയൊക്കെ രോഗം തന്നില്ലേ, നീ എത്ര നല്ലവനാണ്, എന്നിട്ട് നിനക്കെന്താണ് ഇങ്ങനെയൊക്കെ പലപ്പോഴും വിമർശിച്ചപ്പോഴും അവൻ്റെ ജീവിതത്തിൽ അവൻ കണ്ടെത്തിയ ദൈവ സ്നേഹം, ദൈവം അവന് കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം മനസ്സിലാക്കിയപ്പോൾ അതിനപ്പുറത്തൊന്നും വലുതായിട്ടൊന്നും അവൻ കണ്ടില്ല. അവൻ പിടിച്ചു നിന്നു. അവസാനം വരെ പിടിച്ചു നിൽക്കുന്ന രക്ഷ പ്രാപിക്കുമെന്ന് യേശുക്രിസ്തു പറഞ്ഞു. ഇവിടെ ഒരു വ്യക്തി അങ്ങനെയാണ്. ഒരു പാവപ്പെട്ട വ്യക്തി, ആരും നോക്കാനില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട സമൂഹം അവനെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. പല കാരണങ്ങളാണ്. ആ സമുദായത്തിൻ്റെ നിയമം അന്ന് അങ്ങനെയാണ്. ആ നിയമം അനുസരിച്ച് ഒരിക്കലും അവന് സമൂഹത്തിൻ്റെ മധ്യത്തിൽ എത്തിച്ചേരാൻ പറ്റത്തില്ല. അത് അന്ന് നിലനിന്നിരുന്ന ആ ജീവിത രീതി, അല്ലെങ്കിൽ ആ സമുദായം എടുത്തിരിക്കുന്ന സമ്പ്രദായം എല്ലാം അങ്ങനെയാണ്. പക്ഷേ ഇതിനെല്ലാം മറികടന്നുകൊണ്ട് ഈ നിയമങ്ങളെയും ഈ എഴുതി വച്ചിരിക്കുന്ന നിയമങ്ങളെല്ലാം ഭേദിച്ചുകൊണ്ട് ഒരു വ്യക്തിയെടുത്ത നിലപാടുണ്ട്. ആ നിലപാട് എന്താണ്? ക്രിസ്തുവിൻ്റെ നിലപാട്. നമുക്ക് വായിക്കാം വചനം. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ വാക്യങ്ങൾ. നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് ആ വചനം. എന്താണ്? കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തുന്ന യേശുക്രിസ്തു. നമുക്കറിയാം, അന്ന് നിലനിന്ന സമ്പ്രദായം എന്ന് പറയുന്നത് കുഷ്ഠരോഗി ഒരിക്കലും ഒരു സമൂഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പാടില്ല. അവൻ പാപിയാണ്, കുഷ്ഠം പ്രാപിച്ചിരിക്കുന്ന വ്യക്തിയാണ്. ആ കുഷ്ഠരോഗി എന്ത് ചെയ്യണം? കുഷ്ഠം എന്ന് വിളിച്ചു പറഞ്ഞ് വേണം നടക്കാൻ. കാരണം അവനെ ആരെങ്കിലും കണ്ടാൽ കാണുന്നവൻ അശുദ്ധരായിത്തീരും. അതുകൊണ്ട് അവൻ വിളിച്ചു പറയണം. ഞാനിങ്ങനെ ഏതെങ്കിലും ആവശ്യത്തിന് പുറത്തിറങ്ങുമോ പോയാൽ അവൻ വിളിച്ചു പറയണം. എന്താണ്? കുഷ്ഠം എന്ന് വിളിച്ചു പറഞ്ഞ് വേണം നടക്കാൻ. അങ്ങനെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെ ഭേദിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ വേറെ ആരുമല്ല പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവാണ്, എൻ്റെ ദൈവമാണ്. പിതാവിൽ നിന്നും അവൻ നേടിയ ആ സ്നേഹം, എന്തിനു വേണ്ടി ഭൂമിയിലേക്ക് ഒരു മനുഷ്യാവതാരം ചെയ്തുവോ ആ കാര്യങ്ങളെല്ലാം നിവർത്തിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 1 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങളിൽ
കർത്താവിൻ്റെ ആ മനോഭാവത്തെക്കുറിച്ച് പറയാം. ദൈവത്തിൻ്റെ ആ ഒരു സ്വഭാവം എത്ര സിമ്പിളാണ് മനുഷ്യൻ. നമ്മൾ കാണുന്നതിനേക്കാൾ അപ്പുറത്താണ് പ്രിയമുള്ളവരെ. വളരെ ദൈവപുത്രനായിട്ടൊരു മനുഷ്യനെ പോലെ നമ്മുടെ ഇടയിൽ ജീവിച്ച സിമ്പിളായൊരു വ്യക്തി. അദ്ദേഹം ഈ കുഷ്ഠരോഗിയോടെടുത്ത നിലപാട് എന്താ നമുക്ക് നോക്കാം. വചനം ഇങ്ങനെ പറയുകയാണ്, പിന്നീട് ഒരിക്കൽ യേശുദമ്പുരാൻ ഒരു പട്ടണത്തിലായിരിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ കണ്ട് സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ആദ്യം കുഷ്ഠരോഗി പറയുന്ന ഒരു കാര്യമാണ്, എന്താണ്? അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ നിനക്ക് എന്നെ ശുദ്ധനാക്കാൻ സാധിക്കും. നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു അവസ്ഥ നമ്മൾ പരിശോധിക്കുന്നത് നല്ലതാണ്. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് അങ്ങനെയല്ലല്ലോ. അങ്ങനെയാണോ? എനിക്ക് എൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് ഞാൻ പലപ്പോഴും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥന യാചിക്കും. ഒരു ജോലി കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ പഠനത്തിൽ നല്ല ഉന്നതമായ മാർക്ക് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഞാൻ പോകുന്ന സ്ഥലത്ത് എനിക്ക് ഫേവറായിട്ടെല്ലാം കിട്ടാൻ വേണ്ടി, സ്ഥാനമാനങ്ങളിൽ ഉന്നതങ്ങളിൽ എത്താൻ വേണ്ടി, എങ്ങനെ പല ആവശ്യങ്ങൾ നമുക്കുണ്ട്. പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നേർച്ച നേരാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, ഉപവസിക്കാറുണ്ട്, നോമ്പെടുക്കാറുണ്ട്. ഇതെല്ലാം നല്ലതാണ്. എന്നിട്ട് ഇവിടെ കുഷ്ഠരോഗി പറയുകയാണ്, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നെ ശുദ്ധനാക്കാൻ സാധിക്കും. നമ്മുടെ മുമ്പിൽ വന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ആവശ്യപ്പെടുക, അപ്പന് മനസ്സുണ്ടെങ്കിൽ എനിക്കൊരു ഐസ്ക്രീം മേടിക്കാൻ സാധിക്കുമോ, വാങ്ങിച്ചു തരാമോ എന്ന് നമ്മുടെ ഏതെങ്കിലും കുഞ്ഞുങ്ങൾ ഈ കാലഘട്ടത്തിൽ, ഇപ്പോൾ ഈ 21-ാം നൂറ്റാണ്ടിലെ കാലഘട്ടത്തിൽ ഏതെങ്കിലും കുഞ്ഞുങ്ങൾ വന്ന് അപ്പനോടോ അമ്മയോടോ ഈ ഒരു ഭാഷ്യം, ഈ ഒരു രീതിയിൽ പറയും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അമ്മ, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്കൊരു വസ്ത്രം വാങ്ങിച്ചു തരാമോ? അതോ നമ്മൾ എന്നാ പറയുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങളും ശ്രദ്ധിക്കുന്ന നല്ലതാണ്. നമ്മൾ പോയി ഓർഡർ ചെയ്യാണ്, എനിക്ക് ഇന്ന ഡ്രസ്സ് വേണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന മൊബൈൽ വേണം, എനിക്ക് ഇന്ന ലാപ്ടോപ്പ് വേണം, എനിക്ക് ഇന്ന ഷൂ വേണം. നമ്മളെല്ലാം ഓർഡർ ചെയ്യാണ്. ഈ ഓർഡർ ചെയ്തിട്ട് പോലും എന്ത് ചെയ്യാണ്? നമ്മൾ സാധിച്ചു കൊടുക്കുന്നത് അല്ലേ? സാധാരണ മനുഷ്യരായ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിങ്ങൾ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്ന് വചനം പറയുന്നുണ്ട്. മീൻ ചോദിച്ചാൽ തെളിനെ കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ചു, മുട്ട ചോദിച്ചാൽ കല്ലിനെ കൊടുക്കും എന്നൊക്കെ പറയുന്ന വചനത്തിൽ ഭൗതികരായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾ എന്തുമാത്രം സ്നേഹിക്കുന്നു വചനം പറയുക. അപ്പം ഇവിടെ ഒരു കുഷ്ഠരോഗി, അവനെ ഒരിക്കലും ആരുടെ മുമ്പിൽ വരാൻ പാടില്ല. അവൻ എങ്ങനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്? എന്താണ്? ഒരു വ്യക്തി ഇസ്രായേലിൽ എവിടെയൊക്കെയോ നടക്കുന്നുണ്ട്, അവൻ അനേകരെ സൗഖ്യപ്പെടുത്തുന്നുണ്ട്, അവൻ ഈ യഹൂദ നിയമത്തെ ഭേദിച്ചുകൊണ്ട് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അവനിലൂടെ അനേകം ആളുകൾക്ക് അനുഗ്രഹങ്ങൾ കിട്ടുന്നു, സൗഖ്യം കിട്ടും. ഇതെല്ലാം തിരിച്ചറിഞ്ഞു കാണും. അതുകൊണ്ടാണല്ലോ യേശുക്രിസ്തുവിന് മുമ്പിൽ വന്ന് ആരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാത്ത ഒരു കുഷ്ഠരോഗി ഇവൻ്റെ മുമ്പിൽ വരണമെങ്കിൽ അവൻ ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടല്ല അവൻ പറഞ്ഞു, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നെ ശുദ്ധനാക്കാം. അപ്പോൾ യേശുക്രിസ്തു എടുത്ത നിലപാട് നമ്മൾ നോക്കുന്നല്ല. അവിടെ പറയുകയാണ്, യേശുക്രിസ്തു കൈനീട്ടി അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു, യെസ്, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. തൽക്ഷണം കുഷ്ഠം അവനെ വിട്ടുമാറി. യേശുക്രിസ്തുത്തെ ഒറ്റ നിലപാട് കൊണ്ട് എന്ത് സംഭവിക്കാൻ? അവൻ്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കാത്ത ഒരു സന്തോഷം, ഒരു മാറ്റം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ഇന്ന് പലരുടെയും ജീവിതത്തിൽ മാറ്റം ഉണ്ടാകാത്തതിന് കാരണം ഞാൻ എടുക്കുന്ന നിലപാടിൽ എവിടെയൊക്കെയോ ഒരു പോരായ്മയുണ്ട് പ്രിയമുള്ളവർ. എടുക്കുന്ന ചില നിലപാടുകളുടെ പോരായ്മയാണ് പലരെയും എന്ത് ചെയ്യാണ്? ദൈവത്തിൽ നിന്നും അകറ്റുകയാണ്. ഒരു ക്രൈസ്തവൻ, ക്രിസ്തുവിനെ അറിഞ്ഞവൻ, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാമെന്ന് തീരുമാനമെടുത്തവൻ, അവനെടുക്കുന്ന ചില നിലപാടുകളുടെ മാറ്റം സമൂഹത്തെ മുഴുവൻ ക്രിസ്തുവിൽ നിന്നും അകറ്റുന്നതായി മാറുകയാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മൾ വാർത്തകൾ വായിക്കുമ്പോൾ അല്ലേ, ഒരു ക്രൈസ്തവ സഭ എടുക്കേണ്ട ചില നിലപാടുകളുണ്ട് സമൂഹത്തിൽ. ക്രൈസ്തവ മേലധ്യക്ഷന്മാരെടുക്കേണ്ട ചില നിലപാടുകളുണ്ട്. ക്രൈസ്തവ പുരോഹിതന്മാരെടുക്കേണ്ട ചില തീരുമാനങ്ങളുണ്ട്. ക്രൈസ്തവരായ ഞാനും നിങ്ങളും എടുക്കേണ്ട ചില തീരുമാനങ്ങളുടെ
പോരായ്മകൾ മൊത്തം സഭയെ, എൻറ്റയർ കമ്മ്യൂണിറ്റിയെ തന്നെ അത് ബാധിക്കുകയാണ്. ഇവിടെ യേശുക്രിസ്തു പറയാം, യെസ്, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. അതിനു മുമ്പ് നമ്മളൊന്ന് മനസ്സിലാക്കണം, യേശുക്രിസ്തു കൈ നീട്ടി അവനെ തൊട്ടു. അവനെ തൊടാനില്ല, അവൻ നോക്കാൻ പാടില്ല, അവൻ ആരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പാടില്ല. ഇങ്ങനെയൊക്കെ നിയമമുണ്ടായിരുന്ന സമയത്ത് പോലും അതിനേക്കാൾ വലുതാണ് എൻ്റെ ഒരു സാമീപ്യം, എൻ്റെ ഒരു സ്പർശനം കൊണ്ട് അനേകർക്ക് സൗഖ്യം കിട്ടുമെന്ന് യേശുക്രിസ്തു മനസ്സിലാക്കിയതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? കൈനീട്ടി അവനെ ഒന്ന് തൊട്ടു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ എഴുന്നേക്കടാ, നീ എന്നെ കർത്താവ് എന്ന് വിളിച്ചില്ലേ, നീ ദൈവമാണെന്ന് എന്നെ മനസ്സിലാക്കിയില്ലേ, അങ്ങനെയാണെങ്കിൽ പിതാവാം ദൈവം എന്നെ ഈ ഭൂമിയിലേക്ക് വിട്ടതിൻ്റെ ലക്ഷ്യം നിന്നിലൂടെ ഇത് സമൂഹത്തിൽ വെളിപ്പെടുത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ സൃഷ്ടി, ഈ ഭൂമിയിൽ എന്നെ ദൈവം വിളിച്ച് വേർതിരിച്ച് എന്നെ ദൗത്യമേൽപ്പിച്ച് ഞാനിതാ ദൗത്യ നിർവഹണത്തിലാണ്. ആ ദൗത്യ നിർവഹണത്തിലൂടെ ഞാൻ എന്ത് കാണിച്ചു കൊടുക്കണം? എന്നെ ആരാണ് വിട്ടത്? ഒരു ഉദ്യോഗസ്ഥൻ ഒരു സ്ഥലത്ത് പോയി ചാർജ് എടുക്കുമ്പോൾ അവിടെ അവൻ നിർവഹിക്കുന്ന കൃത്യനിർവഹണത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഇവൻ ഏത് തരത്തിൽപ്പെട്ടതാണ്. ഒരു പുരോഹിതൻ ഒരു പള്ളിയിൽ പോയി ചാർജ് എടുക്കുമ്പോൾ ആ പുരോഹിതൻ്റെ പ്രവർത്തനത്തിലൂടെ കാണുവാൻ സാധിക്കും ആരുടെ അധികാരത്തിന് കീഴിലാണ് വന്ന് ഈ പുരോഹിതൻ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഒരു പുരോഹിതൻ ഏത് പ്രവർത്തനമാണ് ചെയ്യുന്നത്, അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇവിടെ യേശുക്രിസ്തു എടുത്ത നിലപാട് ഒരു സമൂഹത്തെ മുഴുവൻ മനസ്സിലാക്കി കൊടുക്കാൻ. എന്താണ് ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു രോഗം വരുമ്പോൾ അവനെ മാറ്റി നിർത്തുകയല്ല ചെയ്യേണ്ടത്, അവനെ ഒഴിവാക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് ചേർത്ത് പിടിക്കാൻ, അവൻ്റെ രോഗത്തിൻ്റെ മധ്യത്തിൽ കൈ താങ്ങുന്ന അല്ലെങ്കിൽ കൂടെ നിർത്തുന്ന, എന്നെ താങ്ങി നിർത്തുന്ന ഒരു കരമുണ്ടെന്ന് തിരിച്ചറിയുവാൻ ഒരു രോഗിക്ക്, ഒരു പാപിക്ക് സാധിച്ചാൽ അതാണ് പ്രിയമുള്ള ഒരു ക്രൈസ്തവ സ്നേഹമെന്ന്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ആ ഒരു സ്നേഹമെന്ന് പറയുന്നതാണ്. പാപിയെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി വന്നവൻ, രോഗിക്ക് വേണ്ടി ഇറങ്ങി വന്നവൻ, ഒരു വൈദ്യനായി മാറുന്നവൻ, അതല്ല യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിൻ്റെ മനോഭാവം നമ്മളിലേക്ക് ഉൾക്കൊള്ളുമ്പോൾ, നമ്മളിലേക്ക് തന്നെ കടന്നു വരുമ്പോൾ നമുക്ക് ഈ സമൂഹത്തിൽ അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇവിടെ കുഷ്ഠരോഗിയെ ആദ്യം അവൻ കൈനീട്ടി, അവനെ തൊട്ടു, അവനെ സൗഖ്യപ്പെടുത്തി. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മനോഭാവം അതാണ്. ഒരു വ്യക്തിക്ക് എന്ത് ആവശ്യമാണോ അതിനെ കൊടുക്കുവാനുള്ള മനസ്സാണ് ക്രിസ്തുവിൻ്റെ മനോഭാവം. അപ്പോൾ നീ ഒരു പാപിയാണെന്ന് ബോധ്യം നിനക്കുണ്ട്, പശ്ചാത്തപിക്കുന്ന മനസ്സിന് നീ ഉടമയാണ്. അനുതപിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ മുട്ടുകുത്തിക്കൊണ്ട് തൻ്റെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ, പശ്ചാത്തപിക്കും, അനുതപിക്കുമ്പോൾ നിൻ്റെ അടുക്കൽ ഇത് തന്നെ ദൈവം ചെയ്യും. കൈനീട്ടി നിന്നെ തൊട്ടുകൊണ്ട് പറയും, എൻ്റെ പ്രിയ മകനെ, എൻ്റെ പ്രിയ മകളെ, നീ കരയണ്ട, നീ വിഷമിക്കണ്ട, നിനക്ക് തെറ്റുപറ്റിയതിന് കാരണം എനിക്കും അറിയാം, എന്നാലും പോട്ടെ, ഇതാ ഞാൻ നിന്നെ ക്ഷമിച്ചിരിക്കുന്നു, നിന്റെ പാപങ്ങൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, നിന്റെ പാപങ്ങൾ ഏറ്റെടുത്തതാണ് ഞാൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി കുരിശിൽ. അതുകൊണ്ട് നിന്റെ എല്ലാ വേദനകളും രോദനങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിന്റെ മുഴുവൻ ഞാൻ ഏറ്റെടുത്തുകൊണ്ട് നിന്നെ ഞാൻ സ്വതന്ത്രയാക്കിയാണ്. നിന്റെ ഭാരം മുഴുവൻ ഞാൻ ഏറ്റെടുക്കുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കലേക്ക് വരുവിൻ, ഞാൻ എൻ്റെ ഭാരം ചുമക്കാൻ എളുപ്പമുള്ളതാണ്. നമുക്കറിയാം, ക്രിസ്തു വഹിച്ച ഭാരം ഇന്ന് എനിക്ക് മനസ്സിൽ ഇമാജിൻ ചെയ്യാൻ പോലും സാധിക്കത്തില്ല. നമ്മളെക്കാൾ എത്രയോ വലിപ്പമുള്ള, വെയിറ്റുള്ള ഒരു കുരിശുമായിട്ട് അവൻ കിലോമീറ്ററുകളോളം യാത്ര ചെയ്തു പോയത് എനിക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണുള്ള ബോധ്യം ഒരു ക്രൈസ്തവൻ എപ്പോഴുണ്ടാകുന്നോ അവിടെ മാനസാന്തരം ഉണ്ടാകും. ഇന്ന് എനിക്ക് മാനസാന്തരം ഉണ്ടാകാത്തതിന് കാരണം കർത്താവിൻ്റെ കുരിശിൻ്റെ ഭാരം ഞാനിപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. ഒരു വ്യക്തിയെ പച്ചയ്ക്ക് കൊല്ലാൻ പോവുകയാണ്, ആണിയടിച്ച് കുരിശിൽ കയറ്റി കൊല്ലാൻ പോകുന്നെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ വ്യക്തിയുടെ മനോഭാവം, ആ വ്യക്തിക്കുണ്ടാകുന്ന വിഷമങ്ങളും വേദനകളും കാണുന്നത് ഗെത്സമൻ തോട്ടത്തിലാണ്.
അവൻ നീറി പ്രാർത്ഥിക്കുകയാണ്, ഈ പാനപാത്രം കർത്താവേ, പിതാവാം ദൈവം എനിക്ക് സാധിക്കുന്നില്ല, എനിക്ക് പറ്റുമെങ്കിൽ, എന്ത് റിക്വസ്റ്റാണല്ലേ, പറ്റുമെങ്കിൽ ഒന്ന് മാറ്റിത്തരൂ പ്ലീസ്. കർത്താവ് അപേക്ഷിച്ചിട്ട് പിന്നെ പറയുകയാണ്, എങ്കിലും കുഴപ്പമില്ല, നിന്റെ ഹിതമാണെങ്കിൽ ഓക്കെ, ഞാൻ നിന്ന് തരാം. നിന്റെ ഹിതമാണോ, ഞാൻ നിന്ന് തരാം. അങ്ങനെ കാൽവരി ക്രൂശിൽ പോയ ഒരു ദൈവം, നമ്മുടെ മക്കൾ ഇങ്ങനെയൊക്കെയാണോ നമ്മളോട് പെരുമാറുന്നത്? നമ്മളൊരു കാര്യം പറയുമ്പോൾ എത്രയോ അപ്പനും അമ്മയും വേദനിക്കുന്നുണ്ട്, എത്ര വിഷമിക്കുന്നുണ്ട്. അച്ഛാ പറഞ്ഞ ഒരു വാക്ക് പോലും അനുസരിക്കുന്നില്ല അച്ഛാ. ഒരു നല്ല കാര്യം പ്രാർത്ഥിക്കാൻ വിളിച്ചാൽ വരില്ല അച്ഛാ. അപ്പനും അമ്മയും ബഹുമാനിക്കുന്നില്ല അച്ഛാ. പോയി പണി നോക്കാൻ പറയുകയാണ്. പ്രാർത്ഥിക്കാൻ വിളിച്ചാൽ എനിക്കിപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞ് ധിക്കരിക്കുന്ന മക്കൾ. ഇവിടെ യേശുക്രിസ്തു അവൻ ദൈവമായിരുന്നിട്ടും പിതാവാൻ ദൈവത്തിൻ്റെ ഏകപുത്രനായിട്ടും പറയുകയാണ്, പിതാവേ എനിക്ക് ഇത്തിരി വിഷമമൊക്കെ ഉണ്ട് കേട്ടോ, എന്നാലും നീ എന്നെ കൊലയ്ക്ക് കൊടുക്കാൻ പോവുകയാണ്. എന്ത് വിഷമമുണ്ട്, നാളെ ഞാൻ തൂക്കിലേറ്റപ്പെടും. പക്ഷെ എന്നിട്ടും എൻ്റെ ഹിതമൊന്നുമല്ല, എൻ്റെ ഇഷ്ടം എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറയാനുള്ള മനസ്സ് കർത്താവിനുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് അങ്ങനെ ഒരു മനസ്സിന് ഉടമയായി തീരാൻ നമുക്ക് സാധിക്കും. നമ്മൾ പലപ്പോഴും കൽപ്പിക്കുകയല്ലേ പ്രിയമുള്ളവർ. നമ്മൾ ദേവാലയത്തിൽ ചെന്നാൽ നമ്മളൊരു പുരോഹിതനോട് ഇടപെടുന്ന രീതി എങ്ങനെയാണ്? നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്? നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ റിക്വസ്റ്റ് ചെയ്യാറുണ്ടോ? അച്ഛാ ഇന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. നമുക്ക് തന്നെ അറിയാം അതിനകത്ത് എന്തെങ്കിലും നൂലാമാലകൾ കാണും. അത് നടത്തി തരില്ല, ഇന്ന കാരണം കൊണ്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ നേരെ ഓപ്പോസിറ്റ് തിരിയുകയാണ്. അതുവരെയും ഭരണപക്ഷമായിരുന്ന വ്യക്തി ചിലപ്പം പ്രതിപക്ഷത്ത് പോയിരുന്ന് വിമർശിക്കുന്ന എത്ര ആളുകളുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ മനോഭാവത്തിലേക്ക് ഒരു ക്രൈസ്തവന് വളരാൻ സാധിക്കാത്ത കാലത്തോളം ക്രൈസ്തവ സഭ ഈ സമൂഹത്തിൽ വളരുകയില്ല. കുഞ്ഞുണ്ണി മാഷ് എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞു, ഞാൻ നന്നായ ലോകം നന്നാവുമെന്ന്. ഈ സഭ നന്നാവണോ? നമുക്ക് സഭയെക്കുറിച്ച് പരാതിയാണ്. എന്തുകൊണ്ട് സഭ ഇങ്ങനെ ചെയ്യുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു, അത് അവരെന്നെ അങ്ങനെ ചെയ്യണേ, ഇതല്ലേ ശരി, അതല്ലേ ശരി എന്നൊക്കെ നമ്മൾ വിമർശിക്കുമ്പോൾ നമ്മൾ സ്വയം ചിന്തിക്കുക, ഞാൻ നന്നായാൽ എൻ്റെ സഭ നന്നാവും, നീ നന്നായാൽ നിൻ്റെ കുടുംബം നന്നാവും, നിൻ്റെ മക്കൾ നന്നാവും, നീ ആയിരിക്കുന്ന ഇടവക നന്നാവും, നീ ആയിരിക്കുന്ന ഭദ്രാസനം നന്നാവും, നീ ആയിരിക്കുന്ന സഭ നന്നാവും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ മനോഭാവത്തിലേക്ക് വളരുക. കുഷ്ഠം ബാധിച്ച ഒരു വ്യക്തിയോട് ക്രിസ്തു എടുക്കുന്നത്, അത് നമ്മൾ മനസ്സിലാക്കേണ്ട, അന്ന് ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന നിയമങ്ങൾ, കഠിനമായ നിയമങ്ങളെ ഭേദിച്ചുകൊണ്ട് ക്രിസ്തു എടുത്ത നിലപാട്. ഈ കാലഘട്ടം നമുക്കറിയാം, കുഷ്ഠരോഗികൾ വളരെ വിരളമാണ്, അങ്ങനെ ഇല്ല സംഭവം. അങ്ങനത്തെ ആൾ വളരെ ചുരുക്കമാണ്. അതിൽ മരുന്നൊക്കെ വാക്സിനൊക്കെ എടുത്ത് ഇങ്ങനെ ജീവിക്കുക. എന്നാൽ യഥാർത്ഥത്തിൽ കുഷ്ഠം നമ്മുടെ ശരീരത്തിലല്ല, നമ്മുടെ മനസ്സിനാണ്. ഒരു ക്രൈസ്തവൻ്റെ മനസ്സാണ് യഥാർത്ഥത്തിൽ ഇന്ന് കുഷ്ഠം ബാധിച്ചിരിക്കുന്നത്. അതുകൊണ്ടല്ലേ ക്രൈസ്തവ മൂല്യങ്ങളെ വേണ്ടെന്ന് വെച്ച് ബലി കഴിച്ചുകൊണ്ട് നമ്മളെടുക്കുന്ന ചില തീരുമാനങ്ങൾ, ചില പ്രവർത്തികൾ ഈ സമൂഹത്തിൽ. അതുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ കുഷ്ഠത്തെ എടുത്തു മാറ്റാൻ ക്രിസ്തുവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാൻ സാധിക്കും. അവൻ മുട്ടുമടക്കി എന്നാണ് പറഞ്ഞത്. കുഷ്ഠരോഗി സാഷ്ടാംഗം വീണ് പറഞ്ഞു, കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ സാധിക്കും. അതുകൊണ്ട് നിൻ്റെ മനസ്സിൻ്റെ കുഷ്ഠങ്ങളെ നീ കണ്ടുപിടിക്കുക. ആരോടെങ്കിലും വിദ്വേഷവും പകയും വെറുപ്പും പ്രതികാര ചിന്തയുമായിട്ടാണ് നീ നടക്കുന്നതെങ്കിൽ നീ മനസ്സിൽ കുഷ്ഠം ബാധിച്ചവനാണ്. നിൻ്റെ അപ്പനെയും അമ്മയെയും നിനക്ക് സ്നേഹിക്കാൻ സാധിക്കാതെ അവരെ മാറ്റി നിർത്തുന്ന വ്യക്തിയാണെങ്കിൽ, അവരെ ഉപേക്ഷിച്ച വ്യക്തിയാണെങ്കിൽ നീ മനസ്സിൽ കുഷ്ഠം ബാധിച്ചവനാണ്. നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ സാധിക്കാതെ, അവനെ ഉൾക്കൊള്ളാൻ സാധിക്കാതെ അവനോട് എന്നും പകയും വെച്ച് പുലർത്തുന്നവനാണോ? നിൻ്റെ സഹോദരനെ നിനക്ക് നിൻ്റെ സഹോദരനായി തന്നെ കാണാൻ സാധിക്കാത്ത വ്യക്തിയാണോ? നിൻ്റെ കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, ഇങ്ങനെ ക്രിസ്തു ധർമ്മത്തിന്, ക്രൈസ്തവ മൂല്യത്തിന് നീ എതിരായി പ്രവർത്തിക്കുന്നതാണെങ്കിൽ മനസ്സിലാക്കിക്കോളൂ, എന്താണ്? നിൻ്റെ മനസ്സിൽ നീ കുഷ്ഠം ബാധിച്ചവനാണ്, നീ രോഗിയാണ്. രോഗിക്ക് വൈദ്യന് ആവശ്യമാണ്, ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്, വൈദ്യം കുറിച്ച് തരുന്ന മരുന്നുകൾ കഴിക്കേണ്ട ആവശ്യം ഉണ്ട്. മനസ്സിന് കുഷ്ഠം ബാധിച്ച ക്രൈസ്തവൻ
മരുന്ന് വചനമാണ്, ക്രിസ്തുവാണ്, കൂദാശകളാണ്. അത് സ്വീകരിക്കപ്പെടുമ്പോൾ നിന്റെ മനസ്സിൻ്റെ കുഷ്ഠത്തെ എടുത്തു മാറ്റുവാൻ ദൈവം തയ്യാറാണ്. അതിനു മുമ്പ് നീ സാഷ്ടാംഗം ഒന്ന് വീഴണം, ദൈവത്തിന് മുമ്പിൽ എളിമപ്പെടണം. നിന്റെ മനസ്സിൻ്റെ കുഷ്ഠത്തെക്കുറിച്ച് നീ ബോധവാനായി മാറണം. എവിടെയാണ് എനിക്ക് കുഷ്ഠം ബാധിച്ചിരിക്കുന്നത്? അതിനെ കണ്ടെത്തിക്കൊണ്ട് സാഷ്ടാംഗം വീണ്, കർത്താവേ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് നീ ഏറ്റുപറയുവാൻ, ഒന്ന് വിളിച്ചു പറയുവാൻ. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ഒന്ന് ശുദ്ധനാക്ക്. ഞാൻ പുറം എത്ര മാന്യനാണ്, എത്ര വൃത്തിയുള്ളവനാണ്, കാണാൻ എത്ര ഭംഗിയാണ്, നമ്മളെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. സിനിമാ നടനെ നടിയെപ്പോലേക്ക് നിങ്ങളിരിക്കാം, പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ വിദ്വേഷവും പകയും വെറുപ്പും പാപം ഒളിപ്പിച്ച് വെച്ച് അന്ധകാരത്തിലാണ് ജീവിക്കുന്നതെങ്കിലോ ആ കുഷ്ഠത്തെടുത്ത് മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്ന പ്രിയമുള്ളവർ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ സാധിക്കും. എന്താണ്? ജീവിക്കുകയാണെങ്കിൽ എൻ്റെ ദൈവത്തെ പോലെ, ക്രിസ്തുവിനെ പോലെ, ക്രിസ്തു എന്നെ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെപ്പോലെ, ക്രിസ്തു എന്നെ മനസ്സിലാക്കി തന്ന കുറേ മൂല്യങ്ങളുണ്ട്, ചില ബോധ്യങ്ങളുണ്ട്. ആ ബോധ്യത്തിനനുസരിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തെ ഞാൻ ക്രമപ്പെടുത്തിക്കൊണ്ട് നല്ല ക്രൈസ്തവനായി എൻ്റെ മുമ്പിൽ വരുന്ന വ്യക്തിയെ യേശുക്രിസ്തു എടുത്ത നിലപാടോടുകൂടി കാണുവാൻ, അവനൊന്ന് ചേർത്ത് പിടിക്കുവാൻ. ചിലപ്പോൾ എൻ്റെ സഹോദരനായിരിക്കാം ഒരു കുഷ്ഠം ബാധിച്ചിരിക്കുന്നത്, എന്ന് വെച്ചാൽ ഒരു ബലഹീനത ഉള്ളത് അവനായിരിക്കാം. അവരെയും ചേർത്ത് പിടിക്കുവാൻ എനിക്ക് സാധിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഞാൻ ഉടമയാണോ? നീ ക്രിസ്തുവിൻ്റെ അനുയായിയാണ്, നീ നല്ല ശമരിയക്കാരനും നല്ല ക്രിസ്ത്യാനിയുമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുമ്പിൽ വരുന്നവരെ ക്രിസ്തു എടുത്ത നിലപാടോടുകൂടി കാണുവാൻ, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ, നല്ല മനസ്സിന്, നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമയായി മാറുവാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, എൻ്റെ മനസ്സിൻ്റെ കുഷ്ഠം ഞാൻ പലപ്പോഴും ആരോടും പങ്കുവെക്കാത്ത, എൻ്റെ ഉള്ളറയുടെ ഉള്ളിൽ, എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ചില പാപങ്ങൾ, ചില തിന്മകളുടെ സ്വാധീനം, ഇതെന്നെ വേട്ടയാടുന്നു കർത്താവേ. ഞാൻ നിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് ഇപ്പോൾ വിളിച്ചു പറയുകയാണ്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ സാധിക്കും. നീ പറഞ്ഞു എനിക്ക് മനസ്സുണ്ട്, ഞാനിതാ നിന്നെ ശുദ്ധനാക്കിയ. നീ എഴുന്നേൽക്കുക. ഒരു പുരോഹിതൻ്റെ കരങ്ങൾ വഴി അവൻ്റെ അഭിഷേകം കൊണ്ട് ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് അനുതപിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കുന്ന അധികാരമുള്ളവനായ പുരോഹിതൻ്റെ കരങ്ങൾ വഴി നിനക്കിപ്പോൾ ഈ നിമിഷം ആ ഒരു പ്രചോദനം, ദൈവത്തിൻ്റെ ആ ഒരു പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ കടന്നു വരുവാൻ, ദൈവസ്നേഹം കൊണ്ട് നിറയുവാൻ നിനക്ക് സാധിക്കട്ടെ. ആയത് പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെ പ്രാർത്ഥനകളാൽ തന്നെ ആമീൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസം നാം എല്ലാവരുടെ മേലും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാവട്ടെ. ആമീൻ.